welcome to my channel. This is me, Aradhya. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് വരാം. Thousand years later. അമ്മു ഹായ്. പറഞ്ഞിട്ടെടുത്തൂടെ? ഞാനൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ്, ഇതാണ് നമ്മളെ റൂം. കാണാം ഗൈസ്, ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതാണ്. അയ്യാ, എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളെ ഫ്രഷ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇനി ഒന്നുമില്ല, ഒന്നുമില്ലേ? കാണാൻ പറ്റുമോ? അത് ഗൈസ് അറിഞ്ഞൂടെ? നല്ല ഈ ലൈറ്റ് കാണാം. ലൈറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ലൈറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഡോറ് കാണിച്ചോളൂ. ഹലോ ഗൈസ്. ഗൈസ് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇതിൻ്റെ നടുക്ക്. ഗൈസ് എൻ്റെ മൈലാഞ്ചി. ഗൈസ് ഇതാണ് എൻ്റെ മൈലാഞ്ചി. കണ്ടല്ലോ ഗൈസ്, ഒരു നിഴല് കിടന്ന് ഡാൻസ് കളിക്കുന്ന പോലെ. ഗൈസ് ഞാനാണെങ്കിൽ ഓവർ പോസ് ഇട്ട് നിങ്ങളെ വിറപ്പിക്കുകയാണ്, ക്രിഞ്ചായിട്ട് കൊണ്ടിരിക്കുന്നത്. അതെ ഗൈസ്, ഇവിടെ പൊന്നു ആൻഡ് അനു എഴുതിയിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ ചുമ്മാ എഴുതിയതാണ് ഗൈസ്. നമുക്ക് ബോർഡിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതാം. ചോക്കില്ല ഗൈസ്. ഈ ഡെക്കറേഷൻ ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം. യോ, ഇനി ലൈറ്റ് ഇട്ടാണ് അത്. ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കാണുള്ളൂ, പക്ഷെ കൊള്ളാം. സോ ഗൈസ്, നമ്മൾ പാട്ട് പാടാൻ പോവുകയാണ്. ഇങ്ങനെ 2000 years later. ഓക്കെ, നമുക്ക് പാട്ട് പാടാം ഗൈസ്. ലിറിക്സ് ഇടാം. നമുക്ക് ബി വി ഇടാം ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് വാനക്കോണിൽ പാടാം. നിങ്ങളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങളെ പാട്ട് പാടി വെറുപ്പിച്ചാക്കുകയാണ് ഗൈസ് നമ്മൾ. അതാണ് നമ്മളുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഗൈസ്. നമ്മൾ ഈ കളിക്കുന്ന കാര്യങ്ങളൊക്കെ പറയൂലേ, അത് പോയിട്ട് ഒരു ചെറിയോള് ഞാൻ ഇന്നലെ പയ്യാമല ബീച്ചിൽ പോയില്ലായിരുന്ന, അപ്പൊ അവിടുന്ന് കണ്ടിയായിരുന്നു. എന്റെ മോനെ ഇനി മക്കാറക്കടന്ന് കാര്യം ഋഷി. എന്റെ പൊന്നി ചെങ്ങായി, ഇനിയിതൊന്ന് സബൂറായിട്ട് ഇതിന് കേക്ക്. പയ്യാമ്പലാണുള്ള വീട്, എല്ലിൽ നിറമുള്ള ഓള്, കണ്ണക്ക് വേണ്ട, അവളെ കണ്ടപ്പോ തന്നെ വേണ്ട, അവളെ ചില്ലിന്റെ കൂട്ടിൽ വെച്ച അവളെ കണ്ട. അയ്യോ സോറി ഗൈസ്, തെറ്റിപ്പോയി. അതിടണേ. എനിക്കുള്ള കെട്ടണ മഴ, ഇല്ലിന് ആരംഭം എനിക്ക് കൈവിട്ട് പോകൽ അള്ള അള്ള. കണ്ട തന്നെ നിന്നെ കണ്ടപ്പോ തൊട്ടെങ്കിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്നു വീശിയത്. മംഗളം കഴിക്കാൻ പിന്നെ മണവാട്ടിയാക്കാൻ പിന്നെ കൽവിയെ ഹൂറിയാകാൻ പോരുന്നൂറിയേ. കണ്ട കണ്ണിയെ നീ കണ്ടപ്പോ തൊട്ടെന്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്നു വീശിയത്. മംഗളം കഴിക്കാൻ നിന്നെ മണവാട്ടിയാക്കാൻ പിന്നെ കൽവിയെ ഹൂറിയാകാൻ പോരുന്നൂറിയേ. അവന്റെ മോള ഐ ബാപ്പാന്റെ സ്വർണ്ണ കനിയാണ്. അമ്മമാർക്കൊക്കെ വീര്യ ഐ ഉമ്മാന്റെ എമ്പരി മോള ഐ പഠിക്കുന്ന വലിയൊരു സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ.
അടുക്കുന്ന മുള്ളി നീ ഒടുക്കത്തെ കടയിലെ റാണിയക്കം അത് കഴിഞ്ഞുള്ളത് ജീവിച്ചു തീർന്നാൽ ഭൂമിയിലെ സദനം ഒരു ഇലക്കം കൽക്കണ്ടൊക്കെ നീ കണ്ട കൃഷ്ണി മന്റെ മരങ്ങളായി പോരുന്നു നീ ഞാനൊറ്റ മോനാണ് കൂടി പോയി ഗൈസ്. ബാക്ക് ക്യാമറ കാണാൻ പറ്റുമോ ഗൈസ്? കാണണ്ട, നിങ്ങൾ കാണണ്ട നമ്മുടെ ഓക്കെ ഗൈസ്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരത്തില് നീർപ്പരപ്പിന്നിരലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനേ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാൾ ചേലക്കും വെറ്റില ചെല്ലത്തിലും ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഗൈസ് എങ്ങനെയുണ്ട് പാട്ട്? സൂപ്പർ അല്ലേ? നടന്ന പാതയിൽ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അതോട്ട് പാടാം. ഗൈസ് നമുക്ക് കാണാൻ പാടാൻ അറിയാം, പക്ഷേ ഒരു സുഖമല്ലേ? തെറ്റിയാലോ? ഒന്നും വരണ്ട. നീ നടന്നു പോകുക നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുക കൂടെയാടി നീ. എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുക ചാലു തീർത്തു നിൽക്കുമേ നീരൊരുക്കുകൾ തൊട്ടു തലോടിക്കൊണ്ട് നാട്ടിൽ നിന്നും ബലമത്തിടുക കാലകൊഴുക്കുള്ള ചിലക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലമാറി കഥ കേട്ടല്ലേ നീ കൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് മുങ്ങി കളരാതെ ഓമൽ ചിരിയോടി കുഞ്ചി കളിയാടി വളരെ. ഗൈസ് വെറുപ്പിച്ചതിന് സോറി. ഇനി വെറുപ്പിക്കേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഗൈസ്. ഇല്ലെങ്കിൽ നിങ്ങളെ വെറുപ്പിച്ച് കൊല്ലും നമ്മൾ, അത്രേ ഉള്ളൂ. ഇനി വെറുപ്പിക്കൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നില്ലായിരിക്കും. നിങ്ങൾ എന്തുവാ സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്? ഞാൻ ഒരു ചാനൽ കാണിച്ചു തരാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ചാനലാണ്. മാറി എവിടെ ഓക്കെ ഗൈസ്. അതെ ഗൈസ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ചാനലാണ്. നല്ല ബ്ലോഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ചാനൽ, അതായത് പൊന്നുവിൻ്റെ കസിൻ്റെ ചാനൽ ഗൈസ്. അമ്മു. യെസ്, അമ്മൂസ് 1 2 3 4. ഗൈസ് ഇത് ഓ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ അമ്മമാരും മമ്മിമാരും കുഞ്ഞമ്മമാരും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഷോർട്സ് കാണിച്ച് ഉറപ്പിക്കാം ഗൈസ്. ഇത് പുതിയ ഒരെണ്ണം, ഇത് ഞാൻ പോലും അറിയാതെ ഇട്ടതാണ് ഗൈസ്. ഇപ്പം ഇട്ടതാണ് ഗൈസ്. കാരണം ഗൈസ് ഇതെൻ്റെ അത്തു അനീതിയാണ് ഗൈസ്. അവള് ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കളർ ഡ്രസ് ഇട്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ പോലും അറിയാതെയാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇതാണ് എൻ്റെ എനിക്കിത് നാടകം. ഓ ഗൈസ് അത് വേണ്ട നിങ്ങളെ. ഓ ഇത് ബ്ലോക്കേഴ്സ് ആണ്. അങ്ങനെ അങ്ങനെ കുറേ വീഡിയോസ്. ഓ നമുക്ക് എല്ലാ സ്പീഡായിട്ട് ബാക്ക് കൊടുക്കും ഗൈസ്. ബാക്ക് എടുക്കും. എൻ്റെ ചാനൽ ഗൈസ്, ഇതാണ് അവളെ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും, അല്ലെങ്കിൽ എനിക്ക് വിഷമാവും ഗൈസ്. ഞാൻ പാട്ടൊക്കെ പാടി തന്നെയാണ് മറക്കല്ലും. ഇത് ഗൈസ് നമ്മൾ ടൈപ്പ് ചെയ്തത് കണ്ടു. ഇനി ഗൈസ് ഹോമിലോട്ട് പോവുക. ഇനി നമ്മുടെ ഫാമിലീസിനെ കാണിച്ചു തരാം. എൻ്റെ ആവണിൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഇത് കസിൻസിൻ്റെ പേരാണ് പറഞ്ഞത്, ആൻറ്റിമാരുടെ പേര് പറഞ്ഞില്ല. ഇതാണ് അമ്മൂൻ്റെ വീട് ഗൈസ്. ഇതാണ് പണ്ടത്തെ ഞാൻ. ഗൈസ് ഇതാണ് അവളെ അമ്മയും അച്ഛനും.
ഗൈസ് അമ്മ ഇവിടെ പഠിക്കുകയാണ്. ഗൈസ് നമ്മുടെ എൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരു വർക്ക്. ഗൈസ് ഇത് നമ്മൾ ഓജോ ബോർഡ് കളിച്ചതാണ്. ചുമ്മാ വലിയ ഇടയ്ക്കേ. അപ്പോൾ നമുക്ക് തീർക്കാം ഗൈസ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ല ഗൈസ്, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നോക്കി എഴുതാം. ആൻസർ കീ ഉണ്ട്, നമ്മൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടു. ഗൈസ് ഇത് ചാർലി കളിച്ചത്. ഗൈസ് ഓൾവേസ് പ്രേഡ് കളിക്കുക. രാവിലെ ആദ്യം കഴിച്ചിട്ട് പോകുന്നത് റൊട്ടിയും സബ്ജിയും. റൊട്ടിയും ഒരു ഹാഫ് ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയും. യെസ്, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കൂട്ടിക്കോ ഗൈസ്. എന്തായാലും എന്തൊക്കെയായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഗൈസ് അമ്മൂടെ അക്ഷരം ഇതാണ്. വലിയ പോലെ എനിക്ക് തലവേദന എടുക്കും ബ്ലൂ ഇങ്ക് ചെയ്തത്. പൊതുവെ ഞാൻ ഗൈസ് എനിക്ക് ബ്ലൂ ഇങ്ക് വെച്ച് ചെയ്യുമ്പോൾ തലവേദന എടുക്കും. പിന്നെ എനിക്ക് ഒരുമാതിരി തോന്നും. അതുകൊണ്ട് ഞാൻ പക്ഷേ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. വീടിന്റെ വാതിൽ ഇങ്ങനെ നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത്. സമയം. അതുകൊണ്ട് ഞാൻ മിക്ക നോട്ടിലും ബ്ലാക്കിംഗ് ആണ് എഴുതുന്നത്. 5ാം ക്ലാസ്സിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് കണ്ടുപിടിച്ചത് ഈ ബ്ലൂ ഇങ്ക് വെച്ച് ചെയ്യുമ്പോഴാണ് തലവേദന എടുക്കുന്നത്. അതിനുശേഷം പിന്നെ ബ്ലാക്കിംഗ് മാത്രം. സമയം 11:40. അവളെ കളക്ഷൻസ് അമ്മേ പക്ഷേ എനിക്ക് വീട്ടിൽ ഈ പേനയും കൂടെ ടോട്ടൽ കൂട്ടി 60 പേന അത്രയും. എന്നൊക്കെ ഡാൻസ് ക്ലാസ് ഉണ്ടാടി. എപ്പം? വൈകിട്ട് പോടില്ല. എന്ത് അവിടെ പോടി? എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. പക്ഷേ ചില സമയം അവിടുത്തെ എക്സസൈസ് ആണ്. നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോണ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൊള്ളത്തില്ല. ഗൈസ് നിങ്ങൾക്കും സ്കൂളിൽ നിന്ന് ഇതേപോലത്തെ കൂറ വർക്ക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വർക്കെന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയം തരുന്നൊക്കെ കാണണം ഗൈസ്. നമ്മളങ്ങ് ഗൈസ് നമ്മുടെ ബേസ് ടീച്ചർ ഒരു ദിവസമാണെങ്കിൽ ഈ 30 ക്വസ്റ്റ്യൻ ഇട്ടത്. എന്നിട്ട് ഒരു രാത്രി കൊണ്ട് എഴുതിയെടുക്കാൻ പറഞ്ഞു. അതും ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു പേജെങ്കിലും കാണും. അങ്ങനെ ഞാൻ ഒരു 25 എഴുതി കൊണ്ടുപോയി. ബാക്കി സ്കൂളിൽ എത്തിയിട്ട് എഴുതും ഗൈസ്. ഞാൻ സ്കൂളിൽ എത്തിയിട്ടാണ് മിക്കതും എഴുതുന്നത്. പക്ഷേ കുറേ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാരണം എനിക്ക് സ്കൂളിൽ എത്തുമ്പോഴാണ് വേഗം എഴുതുള്ളൂ ഞാൻ. ഗൈസ് നമുക്ക് സ്കൂൾ പാസ്. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങളുടെ ഗ്രേഡും മാർക്കും ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ചിലപ്പോൾ കമൻറ്റ് അത് ഓഫായിരിക്കും. അയ്യോ ഗൈസ് ചിലപ്പോൾ അത് ഓഫായിരിക്കും. ഞങ്ങൾ ഓൺ ചെയ്തിടാൻ നോക്കാം, ശ്രമിക്കാം. ചിലപ്പോൾ മറന്നു പോകും ഗൈസ്. അത് സത്യം പറഞ്ഞാൽ മിക്കപാടും മറന്നു പോകുന്നതാണ്. നമ്മൾ പിന്നീടാണ് ഗൈസ് ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതെ ഗൈസ് അത് നല്ലതാട്ടോ ഗൈസ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് CBSE പഠിക്കുന്ന എത്ര പേര് ഇത് കാണുന്നുണ്ട്? അവർക്കൊക്കെ എൻ്റെ വക ഒരു എന്തുവാ എഴുതി തളർന്നു പാവങ്ങളല്ലേ. കുറേ എഴുതാനുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പം ഇവിടെ അനിയത്തി ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. ഗൈസ് എൻ്റെ ചാനലിൽ വ്ളോഗ് എടുത്തിരുന്നു. വ്ളോഗല്ല ഷോർട്സ് എടുത്തിരുന്നു. മറ്റേ ഇത് ട്രെൻഡിങ് എന്തോന്നാണ് ഇന്നലത്തെ പുഷ്പയില അത് ഇന്നലെ എടുത്തിരുന്നു ഗൈസ്. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയും മീൻസ് അങ്ങനെ കുറച്ച് നന്നായിട്ട് ചെയ്തെടുക്കായിരുന്നു. അത് അവർ ജസ്റ്റ് ഒന്ന് എടുത്തു. അങ്ങനെ പരസ്യം വരില്ല. ഓക്കെ ചില സമയം ഇങ്ങനെ നമ്മൾ വൈഫൈ ഓൺ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തോന്നു ഇങ്ങനെ ചില സമയം എൻ്റെ ചാനലിലാണ് ഞാൻ നോക്കാം. ഇതെന്താ യൂട്യൂബ് ഇങ്ങനെ എടുക്കുന്നേ? നോക്ക് പൊന്നു എൻ്റെ ചാനലിവിടെ. ഇത് നമുക്ക് ഒന്നേ യൂട്യൂബ് എടുക്കാം. എൻ്റെ ചാനൽ കാണുന്നില്ല. ഞാൻ ഇത് ഗൂഗിൾ ക്രോമാണ് എടുത്തത്. ബെസ്റ്റ് ഗേൾസ് ചുമ്മാ അല്ല ആ വരി എടുത്ത് എൻ്റെ ചാനൽ കാണില്ല. അക്കൗണ്ട് ഇല്ല അങ്ങനെ അതിൽ. എനിക്ക് സാധാ ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ പോകുമ്പോഴേ അക്കൗണ്ടൊക്കെ ഉള്ളൂ ഗൈസ്. അതിന് എത്ര വ്യൂസ് എന്ന് നമുക്ക് നോക്കാം. എനിക്ക് യൂട്യൂബ് തുറക്കുമ്പോൾ ഈ ആഡാണ് ഇഷ്ടമല്ലാത്തത്. ഗൈസ് ഇപ്പോഴത്തെ പുതിയ ഷോർട്സ് അല്ലേ ഗൈസ്. എത്ര പേര് കണ്ടു? ഇതാണ് ഗൈസ് കൊള്ളത്തില്ല അല്ലേ ഗൈസ്. 6 പേര് കണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ എടുത്ത് ചാനലിൽ ഇട്ടിട്ടും പക്ഷേ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യൂസൊക്കെ കിട്ടും.
കണ്ടോ. പക്ഷെ എൻ്റെ അനിയത്തി എടുക്കുന്ന വീഡിയോസിന് എന്തോ കിട്ടാത്ത, അത് ഞാൻ എന്നെ പൊക്കുന്നതല്ല. ഇപ്പോൾ അനിയത്തിക്ക് കൂടി പോയിക്കഴിഞ്ഞാൽ 97 സബ്സ്ക്രൈബേഴ്സ്, അല്ല ചാനലിൽ 97 അല്ല ചാനലില്ല അവർക്ക് അങ്ങനെ. ഒരു വീഡിയോയിൽ വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു 97 കാണും. പക്ഷെ എനിക്ക് ഒരു 3K അടിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും അതെന്താ ഇവൾ എന്നെക്കാളും കൊച്ചുകുട്ടി. അത് നിങ്ങളാണ് ഗൈസ് കാരണം. ഗൈസ് എൻ്റെ പണ്ടത്തെ വീഡിയോസ് കടപ്പിച്ച് ഗൈസ് എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഞാൻ കാണിച്ചു തരാം. ലുക്ക്. ഗൈസ് 2023 സ്കൂൾ അടച്ചപ്പം എന്ന് പറയുമ്പോൾ, അല്ല സ്കൂൾ അടച്ചപ്പോഴല്ല, ഈ സ്കൂൾ അടയ്ക്കാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു സമയത്ത് എടുത്തതാണ് അത്ത് സ്കൂൾ വിട്ട് വന്നിട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒന്നും അല്ല ഗൈസ്, ഫസ്റ്റ് വീഡിയോ അതല്ല. ഞാൻ പറഞ്ഞുതരാം, വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ഒരു വെള്ള ബനിയനും ഇട്ട്, ഒരു എന്തുമായിരുന്നു ബ്ലൂ ജീൻസ് ഇട്ട്, അല്ല ബ്ലാക്ക് ലെഗിങ്സും വെള്ള ബനിയനും, പിന്നെ അത്തും ഒരു യെല്ലോ ടോപ്പും, പിന്നെ എന്തുവാ ബ്ലൂ ജീൻസിൻ്റെ മിഡിയും ഇട്ട ഒരു വീഡിയോ ആണേ. അത് സത്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചാണ് ഇട്ട. നമ്മൾ ഫേമസ് ഒന്നും ആയില്ല ഇപ്പോഴും, പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വ്യൂസ് ഉണ്ട് ചാനലിൽ. ഇതിട്ട് എനിക്ക് ഗൈസ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിനെ കാണിച്ചു തരാം ഞാൻ. അയ്യോ വേണ്ട ഇങ്ങനെ പറയാം. ഇത് അതോട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൃന്ദാർജുൻ എന്ന് പറയുന്ന ചാനൽ. നല്ല അടിപൊളി ചാനലാണ്. എനിക്ക് അവരെ പോലെ സ്റ്റുഡിയൊക്കെ കെട്ടി വീഡിയോ എടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റുഡിയോ കെട്ടാറൊന്നും ആയില്ലെങ്കിലും കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് ഇത് ഫുൾ സെറ്റ് ചെയ്യുന്നത് പൊന്നുമാണ് ഗൈസ്. ചുമ്മാ ഇരിക്കൂല. ഞാൻ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേഡി നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്താലും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ അങ്ങ് മോളിൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ട്. പക്ഷേ ഇന്നലെ നമ്മൾ ഇതിൽ തന്നെ കിടന്നുറങ്ങിയപ്പോൾ എല്ലാം കൊല്ലഞ്ഞു ഗൈസ്. നമുക്കിനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഗൈസ് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഇത് കാണാം. ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. ബ്ലൂ